വിശ്വ തീർത്ഥാടനത്തിന് വേദിയൊരുക്കുന്ന സംഗമമാണ് നാളെ നടക്കുവാൻ പോകുന്നത്. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ ഏതാണ്ട് 3500 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുക. നാളെ രാവിലെ 10 മണിക്ക് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഇതാ പ്രധാന വേദിയിൽ നിന്നും പമ്പയിൽ നിന്നും വിശദാംശങ്ങളുമായി സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, അവിടെ ഏതാണ്ട് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. നാളെയാണ് ആ ഒരു മഹാസംഗമം നടക്കുക. എന്താണ് ഇപ്പോൾ അവിടെ നിന്നും പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിന്ധൂരി, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പമ്പയിലെത്തി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മുഖ്യമന്ത്രി പമ്പയിലാണ് ഇന്ന് ഉണ്ടാകുക. നാളെ രാവിലെ 9:00 തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിയിൽ വെച്ച് തന്നെ ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3500-ലധികം പ്രതിനിധികളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രത്യേകത. ആദ്യമായിട്ടാണ് പമ്പ മണൽപ്പുറത്ത് വെച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നെങ്കിൽ പോലും ഇത് ശബരിമലയെ വിശ്വ തീർത്ഥാടന കേന്ദ്രമാക്കുന്നതിൻ്റെ ഒരുക്കമായി മാറും. അല്ലെങ്കിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ചർച്ചകൾ നടക്കുന്ന ഒരു ഇടം കൂടിയായി തീരുകയും ചെയ്യും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ 3 പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടക്കുക. ഒന്ന്, മാസ്റ്റർ പ്ലാൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട അത് ഞാൻ നിൽക്കുന്ന ഈ പ്രധാന വേദിയിലായിരിക്കും ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും അധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നതും. മറ്റ് 2 വേദികളിൽ അതേസമയത്ത് പിൽഗ്രിം സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയും അതേപോലെ തന്നെയാണ് ക്രൗഡ് മാനേജ്മെൻറ്റ്. ശബരിമലയെ സംബന്ധിച്ചോളം എക്കാലവും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുള്ളതാണ് തിരക്ക് നിയന്ത്രണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അങ്ങനെ 3 ക്രിയാത്മകമായ സെമിനാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ 2 മണിക്ക് നടക്കുന്ന അല്ലെങ്കിൽ 2:30 നടക്കുന്ന പ്രധാന സമാപന സമ്മേളനത്തിൽ വെച്ച് അത് മന്ത്രിക്ക് കൈമാറുകയും പിന്നീട് ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ സമിതികൾക്ക് രൂപീകരണം നൽകുകയും ചെയ്യും. അങ്ങനെ ശബരിമലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലാണ് ശബരിമലയുടെ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയെ ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം നേതൃത്വം നൽകുക അല്ലെങ്കിൽ അത്തരത്തിലൊരു സാക്ഷ്യമായിരിക്കും നാളെ വഹിക്കാൻ പോകുന്നത്. സിന്ധൂരി, അതെ, വ്യക്തമാണ് സുജു പറഞ്ഞപ്പോൾ തന്നെ നാളെയാണ് ആ ഒരു മഹാസംഗമം നടക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി നടക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം നാളെ ഒരു വലിയൊരു വിജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറാൻ പോകുന്നതിന് ഏറ്റവും സുപ്രധാനമായ ഒരു പടിയാണ് നാളെ നമ്മൾ കടന്നു പോകുവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സുജു ടി ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.